വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാനൊന്നും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊന്നും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. സന്തോഷത്തോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി നാവ് പൊങ്ങാത്ത മക്കളുണ്ട്. കർത്താവേ, കടോര വ്യതനകള്, കടോര വേദനകള്, പിന്നെ ഇടുങ്ങി പോയവര്, മനസ്സ് തകർന്നു പോയവര്, കർത്താവേ, അവരെ സ്പർശിക്കണമേ. കർത്താവേ, ഈ നിമിഷം സ്പർശിക്കണം. കർത്താവേ, ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വലിയ ഒരു അത്ഭുതമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ ഒരു സൗഖ്യം പൂർണ്ണമായിട്ട് വിശ്വാസികൾ ഏറ്റെടുത്തതിൻ്റെ സൂചനയായിട്ട് മണിക്കൂറിൽ തന്നെ 1000 പേരൊക്കെയാണ് ന്യൂയോർക്ക് ആശുപത്രിയിലെ കൊറോണ സുഖപ്പെട്ട മലയാളിയുടെ സാക്ഷ്യം ആൾക്കാർ കണ്ട് കമൻ്റ് ചെയ്യണതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ട ഒരു സാക്ഷ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം പരിശുദ്ധ അമ്മ ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സാജുവിൻ്റെ വൈഫ് ആണ് ഉടമ്പടി ചെയ്തത്. അവർ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞത്, അമ്മ കോവിഡിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ബെഡിലോട്ട് അമ്മ ബൈ പേഴ്സൺ വ്യക്തിപരമായിട്ട് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പം നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ, അതായത് വിശ്വാസിക്ക് ഇന്നും ഒരു അനുഗ്രഹത്തിന്, അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ മക്കളെ വാട്ട് ഹാപ്പൻ ടു അസ് ദാറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. അതിലൊരു കഥയുമില്ല. എന്ത് നമുക്ക് സംഭവിക്കുന്നതല്ല, ഹൗ യു പ്രസൻറ്റ് ഇറ്റ്, ഹൗ യു ഫേസ് ഇറ്റ്. നീ അതെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ദാറ്റ്സ് എ പ്രോബ്ലം. നമുക്കെന്ത് സംഭവിക്കണമെന്നല്ല പ്രശ്നം, നമ്മളതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യണത്. ഇപ്പം സാജുവിൻ്റെ വൈഫ് എന്താ പറഞ്ഞത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഞാനതിൽ വിശ്വസ്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ ബൈ പേഴ്സൺ എൻ്റെ ഭർത്താവിൻ്റെ ബെഡിലോട്ട് അമ്മ ചെല്ലണം. എൻ്റെ മകനെ ചങ്ക കൊണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിനത് മനസ്സിലാകും. നമ്മളിങ്ങനെ ഒക്കട്ടെ പൊട്ടക്കണ മാവിട്ടറിയണ കിട്ടിയ ഊട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് കുളമായി പോണത്. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് മര്യാദക്ക് ചങ്കെ കൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിഷമസന്ധികളിലെ വിശുദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയുടെ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്ന് നൽകണമീശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്ന് നൽകണമീശോ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ അവർക്ക് സിസ്റ്ററിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഒന്നോർക്കണം, സാജു ബെഡിൽ കിടന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് അമ്മയാണെന്ന് അറിയത്തില്ലല്ലോ, സിസ്റ്ററാണെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഈ കോവിഡ് വാർഡല്ലേ, ഇത്രയും പേര് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ഈ വാർഡിലേക്ക് മാസ്ക് ഇല്ലാതെ, അതുപോലെ തന്നെ ടാഗില്ലാതെ എങ്ങനെയാണ് സിസ്റ്റർ പ്രവേശിച്ചതെന്ന് അയാൾ ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സാജു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, അത് ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് അയാൾക്ക് തോന്നിയെന്ന് നമുക്ക് പറയാം. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം, 3 ദിവസങ്ങളായിട്ടല്ലേ വരണത്. ഈ 3-ാമത്തെ ദിവസമാണ് ട്യൂബെല്ലാം ഊരിപ്പോണത്, ഊരിയെടുത്ത് മാറ്റണത്, അയാൾ സൗഖ്യപ്പെട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴേ അത് എൻ്റെ മനസ്സിൽ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് 2 പടം അമ്മ അവർക്ക് കൊടുത്തു. ദാറ്റ് ഈസ് വെരി സീരിയസ്. 2 പടം കൊടുത്തു. ഒരു ചിത്രം എന്ന് പറയുന്നത് ഡിവൈൻ മേഴ്സിയുടെ ചിത്രമാണ്. ദാറ്റ് ഈസ് ഓക്കെ. ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ ചിത്രം. അത് കേട്ടപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞത്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷ ഇപ്പോൾ തത്സമയം ജപമാല നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ദിവസവും. അപ്പോൾ അവരെല്ലാം കൃപയിൽ നിൽക്കുക. അവരെന്നോട് പറഞ്ഞത്, ഡിവൈൻ മേഴ്സിയുടെ ചിത്രമല്ലേ അമ്മ കൊടുത്തത്, അതിന് നല്ല ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ വന്നത്, മാർപ്പാപ്പ ഈ ദിവസങ്ങളിലല്ലേ കരുണയുടെ മാതാവേ എന്ന് 2020 ഡിസംബറിൽ നമ്മുടെ ലുത്തീനിയയിലേക്ക് ഒരു സുഹൃതമണി കൂട്ടിച്ചേർത്തത്. കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇത് ഞങ്ങളെ തിരിച്ചറിഞ്ഞോടുകൂടി പിന്നെയും കുറേ, അതായത് അതായത് മാർപ്പാപ്പ ഇത് ജൂൺ 20-ാം തീയതിയാണ് ഇത് പ്രഖ്യാപിക്കണം, ജൂൺ 19 സാജുവിന് അമ്മ ദൈവകരുണയുടെ ചിത്രം കൊടുക്കുന്നത് ഒരു മെയ് 20 അടുത്താണ്. ദാറ്റ് മീൻസ് കരുണയുടെ മാതാവ്, ഇതിങ്ങനെ ചില വിഷയങ്ങൾ സഭയിൽ നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ അമ്മതിന് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭവ മാതാവ്, ഇപ്പം ആദ്യം 1858 ഞാൻ ബെർണീതയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെടുക. 1858 എന്നിട്ട് അമ്മ എന്താണ് പറഞ്ഞത്? ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവയാകുന്നു. അതെന്തിൻ്റെ സ്ഥിരീകരണമാണ്? അത് 1854 മാർച്ച് 25-ാം തീയതി പരിശുദ്ധ പിതാവ് പയസ് 9-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ അമ്മ അമലോത്ഭവയാകുന്നു എന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് സ്ഥിരീകരണമായിട്ടാണ് ലൂർദിൽ ബെർണീതായിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അമലോത്ഭവയാകുന്നു എന്ന് പറയണത്. ഏതാണ്ട് അതുപോലൊരു വിഷയമാണ് ഇപ്പോൾ വരണത്. അതായത് മെയ് 20-ാം തീയതി ദൈവകരുണയുടെ ചിത്രം പരിശുദ്ധ അമ്മ രോഗിക്ക് മാറുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ജൂൺ 20-ാം തീയതിയാണ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ ദൈവകരുണയുടെ മാതാവ് എന്ന് ഉള്ള സുഹൃതമണി സഭയുടെ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പം അമ്മയിൽ തന്നെ ദൈവകരുണയുടെ മാതാവാണ്. അത് സാജു പറയണത്
കൃപാസന അമ്മയാണ് വന്നതെന്ന്. അതിനെ അവർ പറഞ്ഞത് ഈ 3 പ്രാവശ്യം വന്നിരിക്കുന്നത് ചാര ഉടുപ്പിട്ടുള്ള സിസ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാജിൻ്റെ വൈഫ് അത് കാണിച്ചു കൊടുക്കുക ചിത്രം. ഈ ഏത് ചിത്രമാണെന്ന് നോക്കുമ്പോൾ സാജിന് കൃപാസന അമ്മയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഈ അമ്മയാണ് വന്നതെന്ന് പറയും, ഈ അമ്മയാണ് വന്നതെന്ന് പറയും. ദാറ്റ് മീൻസ് കൃപാസന അമ്മയിലെ ദൈവകരുണയുടെ മാതാവാണ് ശരിക്കും. ഇതൊക്കെ പറയേണ്ടത് ഞാനല്ല ശരിക്കും, ഇതൊക്കെ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. തിരുസഭയാണ് ഇതൊക്കെ പറയേണ്ടത്. തിരുസഭ പറയാത്തിടത്തോളം കാലം ഞാൻ പറയുന്നതിനകത്ത് വലിയ കഴമ്പില്ല. കാര്യം തിരുസഭയാണ് ഈ വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടത്. കാര്യം ഞാനിങ്ങനെ തിരിച്ചറിയുന്ന ചില അടയാളങ്ങൾ ഷെയർ ചെയ്യണം മാത്രമേ ഉള്ളൂ ശരിക്കും. പക്ഷേ ഇത് വലിയ വലിയ സത്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ആ മനുഷ്യൻ ഉടനെ സുഖപ്പെട്ടല്ലോ. ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി ഉടമ്പടി എടുക്കുന്നത് 2018 2018 മമ്മി ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഏജൻറ്റ് ക്രൂ ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത്. പക്ഷേ എൻ്റെ ഡേറ്റ ഫ്ലോയിൽ എന്തോ പ്രോബ്ലം വന്നിട്ട് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ലീവിന് വരുന്ന സമയമായപ്പം ഞാൻ എന്നിട്ട് ആ ഡേറ്റ ഫ്ലോ എനിക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് 3 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു വരേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. വരുന്നതിന് 2 ദിവസം മുമ്പ് മമ്മിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു, മമ്മി ഇന്ന് എനിക്ക് ഡേറ്റ ഫ്ലോ ഇവിടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വരേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. മമ്മി പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസമായപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പക്ഷേ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓറൽ ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. പക്ഷേ റിട്ടേൺ ഇൻ്റർവ്യൂവിൽ എനിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പം എനിക്കെങ്ങനെയോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതാണ്. എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോയതാണ്. അങ്ങനെ മമ്മി പറഞ്ഞു, മമ്മി പ്രാർത്ഥിച്ചു, എനിക്ക് വരേണ്ടതായിട്ട് വരും എന്ന് വിചാരിച്ചു. ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴത്തേനും HR ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, നിൻ്റെ ഡേറ്റ ഫ്ലോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ നിൻ്റെ ഏജൻസി എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിനക്ക് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ 2 വർഷം കൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ വന്ന സമയത്ത് ഞാൻ എക്സിറ്റ് വരികയായിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന്. പെട്ടെന്ന് എനിക്ക് കുഴപ്പമില്ലാതെ ആ ഹോസ്പിറ്റലിൽ ജോലിയെല്ലാം നടന്നു, കുഴപ്പമൊന്നും ഇല്ലാതിരുന്നായിരുന്നു. എൻ്റെ മമ്മിക്ക് ഒരു മെഡിക്കൽ ഇഷ്യൂസ് വന്നപ്പം ഞാൻ എക്സിറ്റ് സഡൻലി വന്നു കഴിഞ്ഞു. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാതെ മാതാവിനോടൊന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോയി. അച്ഛനെ കാണണമെന്നുള്ളൊരു തിടുക്കത്തിൽ പോയി. പിന്നെ ഞാൻ 2021 ഞാൻ പിന്നെയും പോകുന്നു, സൗദിക്ക് റിട്ടേൺ സൗദിയും ഞാൻ പോയി. അവിടെ വെച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഹോസ്പിറ്റലാണ്, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പം അപ്പോഴാണ് മമ്മി വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെയാണെങ്കിൽ കുറേ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു,
നേഴ്സുമാരെല്ലാവരും പറഞ്ഞു, സീനിയേഴ്സ് ആയിട്ടുള്ള നേഴ്സുമാർ പറഞ്ഞു, ഇങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ എനിക്കത് എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രാർത്ഥിക്കാനുള്ളതൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചോദിക്കുമായിരുന്നു. എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് അറിയണം, അതിനെക്കുറിച്ച് ഞാൻ മമ്മിയുടെ കൂടെ ഒരു പ്രാവശ്യം പോയെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് പ്രാർത്ഥന കിട്ടുമെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് സൗദി അറേബ്യൻ കൺട്രി അല്ലേ, അപ്പം കൂടുതലും ഉള്ളത് സൗദി നേഴ്സുമാരാണ്. പിന്നെ ഒരുപാട് പേര് ഞാനിപ്പം മാതാവിനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും കൊന്തയും കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കും. പിന്നെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനൊരു മാതാവിൻ്റെ ഉടമ്പടി എടുത്ത കാശ് രൂപ അല്ലാതെ ഒരു രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു. അതും പിടിച്ചിട്ട് ഞാൻ എന്ന് നടക്കും, പ്രാർത്ഥിക്കും. എപ്പോഴും കയറുന്നതിന് മുമ്പും നഴ്സുമാരാണല്ലോ, അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കയറും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെ കുറിച്ചും അവരുടെ കെയറിനെ കുറിച്ചും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ ടൈമിൽ ഞാൻ ICUലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ടൈമിൽ ഒരു പേഷ്യൻസും പോകാനായിട്ട് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയിരിക്കും എനിക്ക് എപ്പോഴും കിട്ടുന്നത്. എനിക്ക് എല്ലാ ജോലിയും ടഫായിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും നോർത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പപ്പ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നതും. അങ്ങനെ ഞാൻ നോർത്തിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് കൂടുതലും മലയാളത്തിനോട് വലിയ വശമില്ലായിരുന്നു. അപ്പം മലയാളി ആണെങ്കിലും കൂടുതലും മലയാളത്തിലൊന്നും ഞാൻ സംസാരിക്കാറില്ലായിരുന്നു, കൂടുതലും നോർത്ത് ഇന്ത്യൻ ഭാഷയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം എനിക്ക് 3-4 പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ എനിക്ക് കുറേ പ്രോബ്ലം ഉണ്ടായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നല്ലോ വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് പ്രോബ്ലം ഉണ്ടായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ ആ ഇഷ്യൂസ് എല്ലാം ഞാൻ മാതാവിൻ്റെ ഇത് വെച്ചിട്ട് രൂപം കയ്യിൽ കാശ് രൂപം അല്ലാത്ത രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും രാവിലെ എനിക്ക് അറിയത്തില്ലായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡെയിലി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനെല്ലാം എനിക്ക് ആ തടസ്സങ്ങളെല്ലാം അവസാനം വരുമ്പോഴത്തേനും എനിക്ക് മാറിപ്പോകുന്നതായിട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു, എന്തോ എൻ്റെ കൂടെ ഒരു ശക്തിയുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പിന്നെയും മാതാവിനോട് അടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എനിക്ക് ഈ മാതാവിൻ്റെ പ്രാർത്ഥന എനിക്ക് കിട്ടി. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാത്രിത്തെ സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ രൂപവും ഫോട്ടോ എല്ലാം ഞാനാണെങ്കിൽ റൂമിൽ ഒട്ടിച്ചു വെച്ചു. അവിടെ അലോഡ് അല്ലെങ്കിലും ഞാൻ ഒട്ടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദിവസം രാത്രിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ നൈറ്റ് ഷിഫ്റ്റ് പോയേക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ഒരുപാട് ഷിവറിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായപ്പോഴത്തേനും ഞാൻ മാതാവേ, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാണെങ്കിലും മതി എന്ന്, എനിക്ക് ലീവ് കിട്ടാനായിട്ട് സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കാല് കുത്തി നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് കൈ കൊണ്ട് എനിക്ക് എണീറ്റ് മാതാവിൻ്റെ രൂപം തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്കൊന്ന് പറ്റിയാൽ മതി. അങ്ങനെ മാതാവ് അവിടെയും രക്ഷിച്ചു എന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 പ്രാവശ്യം എനിക്ക് കൗൺസിലിംഗ് ലെറ്റർ ആണെങ്കിൽ തന്നു. ഞാൻ പോലും അറിയാത്ത തെറ്റിന് എന്നെ കുറേ സൗദികൾ എന്നെ ക്രൂശിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അവസാനം പറഞ്ഞു, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ മാനേജറിന് വേണ്ടി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെന്നും വെച്ചിട്ട് ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തില്ല. അപ്പം അവസാനം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് മെയിൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് നാളെ മുതൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരണ്ട, നിനക്ക് ടെർമിനേഷൻ തരുവാന്ന്. സഡൻലി എനിക്ക് എന്ത് പറ്റി ടെർമിനേറ്റ് ആവാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചിട്ട് ഞാനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, നീ ആണെങ്കിൽ എന്താണെങ്കിലും എന്തുവാണെങ്കിലും എന്ത് ഇഷ്യൂ ആണെങ്കിലും നീ നാട്ടിൽ വന്നു, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ നിനക്ക് കൂടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് ടെർമിനേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സിറ്റ് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാനാണെങ്കിൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു.
ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടുവാണെങ്കിലും എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ അവിടെ ഈദ് നടക്കുക. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു ചാൻസ് ഞങ്ങൾ തരാം, നീ വർക്ക് ചെയ്യുന്ന ICUവിലാണ്, ICUവിൽ നിന്നും നിനക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നിനക്കാണെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങളൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്, അവരൊരു ചാൻസ് തന്നെയല്ലേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറേ നേഴ്സുമാർ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാലും നിനക്കൊരു ചാൻസ് കിട്ടിയതല്ലേ, നീ അത് കളഞ്ഞിട്ട് പോരണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. ഡേറ്റ് ഇട്ട് ഞാൻ 27-ാം തീയതി വരും എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ തിരിച്ച് വരും, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ മാതാവ് 27-ാം തീയതി എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നപ്പം മാതാവ് ഞാൻ 26-ാം തീയതി തന്നെ എനിക്ക് അവർ വേറൊരു ജോലി തന്നു, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റി, അതിൽ കൂടുതൽ ശമ്പളത്തോടു കൂടി ഞാൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. ICUവിൽ കിട്ടിയതിനേക്കാട്ടി കൂടുതൽ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു നാട്ടിൽ വന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞു ഇവിടെ വന്നു. ഞാൻ അത് കഴിഞ്ഞ് അന്ന് തന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഞാനിവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. മാതാവിന് വേണ്ടി നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ പേരൻസായിട്ട് കുറച്ച് പ്രോപ്പർട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാളായി സെയിലാവാനും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിൽ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അത് മാതാവ് എനിക്ക് സാധിച്ചു വന്നു. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതും ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് സഹായിച്ചു. 2013 എനിക്ക് എൻ്റെ പേരൻസ് തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2018 മുതൽ അത് വിൽക്കുവാനും അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴിയുടെ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. 2018 മുതലേ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2024 26-ാം തീയതി ഓഗസ്റ്റ് മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്നു, അത് സെയിലാവുകയും ഞാൻ സെപ്റ്റംബർ 1-ാം തീയതി തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ വിഷുവിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി വന്നത്. എന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പള്ളിയോട് ചേർന്നുള്ള സ്ഥലമായിരുന്നു അത്. എനിക്ക് ഇനി ഒരു സ്ഥലം കിട്ടുവാനായിട്ട് പെട്ടെന്നൊന്നും പറ്റത്തില്ലല്ലോ, ഒരു സ്ഥലം ഉണ്ടാവാനും പറ്റത്തില്ല. എൻ്റെ പേരിലായിട്ടും എനിക്ക് ഭർത്താവിൻ്റെ പേരിലായിട്ടും ഒന്നും കിട്ടത്തില്ലല്ലോ. ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും ദൈവമേ എനിക്ക് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. പക്ഷേ 21 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി സ്വർണമോ പണമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആരൊക്കെയോ വഴിയായിട്ട് എനിക്ക് 21 ദിവസത്തിനുള്ളിൽ 20 സെൻറ്റ് സ്ഥലവും ദൈവം എനിക്ക് തന്നു. ഞാൻ ഒരുപാട് കോടാനുകോടി നന്ദി ദൈവത്തിന് പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ മാതാവിൽ വിശ്വസിക്കുകയും എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു മാതാവ്. ഞാൻ 6 നിയോഗങ്ങൾ ഇതിനകത്ത് വെച്ചു. അച്ഛൻ പറയാറുണ്ട് 5 നിയോഗങ്ങളെന്ന്, പക്ഷെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. 6 നിയോഗങ്ങളിലും എനിക്ക് 4 നിയോഗങ്ങൾ സാധിച്ചു. ഇനി 2 നിയോഗങ്ങൾ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഉപ്പും എല്ലാം ഞാൻ മറ്റുള്ള സിസ്റ്റേഴ്സിനും നഴ്സുമാർക്കും പിന്നെ രോഗിയായിട്ട് കിടക്കുന്നവർക്കും എല്ലാവർക്കും കൊടുക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷ് പത്രവും മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്, മലയാളം പത്രവും കൊടുക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഫിലിപ്പീൻസ് ആയിട്ടുള്ളവർക്കും പിന്നെ എനിക്കറിയുന്ന ഡോക്ടേഴ്സിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കുറേ എല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ ഏരിയയിലുള്ള ഈ ചവറുകളൊക്കെ പറക്കാൻ വരുന്ന അവർക്കൊക്കെ ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല, അതിൽ കൂടുതൽ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗികളായിട്ടുള്ളവരും എല്ലാം പറഞ്ഞിട്ടുള്ളവർക്കും അവർക്കും പിന്നെ അനാഥാലയത്തിലും എല്ലാം ഞാൻ പൈസ കൊടുത്ത് എല്ലാം
മാസവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും സഹായങ്ങൾ തന്നു, ഇത്രയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല രീതിയിലുള്ളൊരു പൊസിഷൻ തന്ന മാതാവ് എനിക്ക് ഇപ്പോഴും നിൽക്കുന്നതിൽ, ആ സൗദി അറേബ്യയിൽ തന്നെ ആ ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാനും സാധിച്ചതിലും, നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിച്ചതിലും അമ്മ മാതാവിനും ദേവകുമാരനും 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് വസ്തു വാങ്ങാൻ കഴിയുന്നതിലും അമ്മ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഇപ്പോഴും ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആ വസ്തുവിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, എങ്കിലും മാതാവ് ഒരുപാട് നന്ദിയോടുകൂടി ഇപ്പോഴും മാതാവിനോട്. എൻ്റെ പേര് ഷൈനി, ഞാൻ ആയാങ്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 15/2/2023 ഇതെൻ്റെ ഫാദറാണ്. ഫാദറിന് 25 വർഷമായിട്ട് സോറിയാസിസ് ബാധിച്ചിരുന്നു. അതിന് സൗഖ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതും. ആദ്യത്തെ നിയോഗം തന്നെ ഞാൻ എൻ്റെ ഫാദറിനുള്ള സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഇംഗ്ലീഷ് 2 ചൊറി പോലെയാണ് ആദ്യമേ ശരീരത്ത് വന്നത്. ഞങ്ങളത് ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ കൊണ്ട് കാണിച്ച്, ഡോക്ടർ പറഞ്ഞു ഇത് സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനാൽ ഞങ്ങൾ വേറെ ആയുർവേദത്തിൽ കാണിക്കാൻ പോയി. ആയുർവേദത്തിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 45 ദിവസം അവിടെ താമസിക്കുകയാണെങ്കിൽ കുറച്ച് തരാം. അതിനാൽ വേറൊരു ആയുർവേദത്തിൽ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ ഇതുപോലെ തന്നെ പറഞ്ഞു 45 ദിവസം അവിടെ താമസിച്ച് ചികിത്സിച്ച് കുറയ്ക്കാം എന്ന്. ഞങ്ങൾ അവിടെ താമസിച്ച് കുറയ്ക്കാനായിട്ട് അവിടെ താമസിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് തന്ന മരുന്ന് കഷായം പോലെ എന്തോ മരുന്നും തന്നു കുടിക്കാനായിട്ട്. ശരീരത്തെ എന്തോ തേച്ച് പുരട്ടാനും കൊടുത്തു. 45 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വരാലിൻ്റെ തൊലി പൊളിച്ച പോലെ ശരീരത്തുള്ള തൊലി മുഴുവൻ ഇളകിപ്പോയി. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അവസാനം ഡോക്ടറുടെ മകൾ പറഞ്ഞു ഇനി തൊലിയൊന്നും വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടാൽ സങ്കടം വരും, കരച്ചിൽ വരുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ പപ്പാനെ എനിക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പ്രൈവറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ മരുന്ന് കൊടുത്തു. മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ തൊലിയൊക്കെ ശരീരത്ത് വന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇത് മരണം വരെ ഈ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിനൊരു സൗഖ്യമുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് കൃപാസനത്തിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം പുരട്ടാനും ഉപ്പ് കൊടുത്തു, തേനെല്ലാം ഞാൻ എൻ്റെ പപ്പായ്ക്ക് കൊടുത്തു. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നു. ഞാൻ 4ാമത്തെ പുതുക്കലിന് പപ്പായായിട്ട് ഇവിടെ വന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് അച്ഛൻ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം എന്നോണം 1 മാസത്തിനുള്ളിൽ പൂർണ്ണ സൗഖ്യം കൊടുത്ത അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ കൃപക്ക് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, അത്രയധികം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് 1 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. ഈ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ട് ഡ്രൈ സ്കിന്നെല്ലാം പൊഴിഞ്ഞ് റൂമിലൊക്കെ കിടക്കുമായിരുന്നു. വല്ലാത്തൊരു സ്മെല്ല്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് മാതാവ് ഞങ്ങളെ വിടുവിച്ചതിന് അച്ഛൻ ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛനുമായിട്ട് നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞങ്ങളുടെ ഭവന നിർമ്മാണം പുതുക്കി പണിയുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. 2 വർഷമായി ആഗ്രഹിച്ചു, എങ്കിലും അത് പുതുക്കി പണിയുവാൻ സാധിച്ചില്ല. 2 വർഷമായിട്ട് പുതുക്കി പണിയാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പൈസ ഒന്നും ശരിയാകാതിരുന്നതിനാലും അതിനൊന്നും നടന്നില്ല. ഉടമ്പടി ഞാൻ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 2 KSB 2 ചിട്ടി ഉണ്ടായിരുന്നു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത മാസം അടുത്ത ചിട്ടി അടിച്ച് 2 മാസത്തെ അടുപ്പിച്ചടിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പൈസ കിട്ടുകയും ഞങ്ങൾ ആ ഭവന പണി 4ാമത്തെ പുതുക്കലിന് ഭവന പണി പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആദ്യത്തെ തവണ എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. 2ാമത്തെ തവണ ഞാൻ ഉപ്പ് കയ്യിലെടുത്തു. അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഫുൾ ടൈമേ അവിടെ നിന്നിരുന്നത്. വിശ്വാസ പ്രമാണം തുടർച്ചയായി ചെല്ലുന്നതിന് ഫലമായിട്ട് എനിക്ക് 2ാമത്തെ തവണ അത് പാസ്സാകുവാനായിട്ട് സാധിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തത് ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയങ്ങൾ എല്ലാ മാസവും
ധനസഹായം നൽകും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി ഞാൻ പ്രാർത്ഥിച്ച് കടകളിലും വീടുകളിലും പള്ളികളിലെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കുടുംബ പ്രാർത്ഥന കൃത്യമായി ചെല്ലുവാനും ബൈബിൾ വായന, കുമ്പസാരത്തിലാണെങ്കിലും ഞാൻ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആയിരുന്നു കുമ്പസാരിച്ചിരുന്നത്. ഇതിടയ്ക്കിടെ കുമ്പസാരിക്കുവാനായിട്ടുള്ള കൃപയൊക്കെ അമ്മ തന്നു. മക്കളെ തൈലം എല്ലാ പ്രാർത്ഥനകൾക്ക് ശേഷവും മക്കളുടെ തലയിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരിലൂടെ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഒരുപാട് വർഷങ്ങൾ ഈ സോറിയാസിന് പല ആശുപത്രിയിലും കയറി കിടന്ന് ശീലിച്ചും അടുത്ത് അതിന് പെട്ടെന്ന് ഇതാക്കി തന്ന ദൈവത്തിനും മാതാവിനും 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു.